ചോറാണ്. Hello guys, welcome back to a new video. So I decided to join my mom's channel. Yes, welcome back to our channel. And I decided to join my mom's channel because I'm kind of bored and it is vacation right now. We didn't go anywhere. It's kind of sad though, but it's fine. We can have fun with my family. That didn't make sense. So I've been playing in my tab. I will show you my tab. This is my tab. You can see it. It's kind of big. Yeah, it's a little big. And this is the games I play. Roblox is my favorite game in the world. Maybe in the future I will have another game, or I won't play games because I'm growing up, you know. And this is Subway Surfers. Everyone know this game because this is my favorite. And this is Avatar World. It's kind of kids game, but I don't know. I kind of loving it. So anyway, it is. Let's go and check how is mom doing. Guys, the kitchen lano. Dunda payasu. ചോറാണ്. Guys, ചോറുണ്ട്. ചോറ്. Guys, നമ്മളിപ്പോ കിച്ചണിലാണ്. എന്റെ അമ്മ ഇവിടെ ബീൻസ് കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ചപ്പ് കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ബീൻസ് ഉപ്പിനാണ്. അപ്പൊ ഇന്ന് ചിക്കൻ ഇല്ല, ഇന്ന് മീനാണ്. അത്രയ്ക്ക് സ്പെഷ്യൽ ഒന്നും. ഞങ്ങൾ സാധാ ഫാമിലിയാണ് ഗൈസ്. അത്രയ്ക്ക് ഇഷ്ടമല്ല. ഇന്നത്തെ സ്പെഷ്യൽ സാമ്പാറ്, ബീൻസ് ഉപ്പേരി, മത്തി വറുത്തത്, അത്രേ ഉള്ളൂ. പപ്പടില്ല ഗൈസ്. അപ്പൊ ഇതാണ് കിച്ചണത്തെ വിശേഷങ്ങൾ. ഇതിന്റെ കൂടെ ഞാൻ ഒന്നൊരു പാത്രം എടുത്തേ. ഇത് അരിഞ്ഞിടാൻ പറ്റിയ പാത്രം ഞാൻ എടുത്തോണ്ട് ഞാൻ കൂടി മറിച്ചിടും. ഞാൻ കിച്ചണിൽ വന്നാ ഇവിടെ ഒക്കെ മറിച്ചിട്ടില്ല. അപ്പൊ ഞാൻ കിച്ചണിൽ കയറാറേ ഇല്ല. അപ്പൊ എന്തിനോ കയറി. പക്ഷെ ഈ വെക്കേഷൻ കഴിയുന്നതിൻ്റെ ഉള്ളിൽ നിന്നെ ഞാൻ കയറ്റും. കാരണം നീ 7ാം ക്ലാസ്സിലേക്കല്ലേ. 7ാം ക്ലാസ്സിലേക്കൊക്കെ ആകുമ്പോ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് പഠിക്കണം. ഇതൊന്ന് കഴുകിട്ട് വന്നു. പൊന്ത് ആ കയ്യൊന്ന് കയറ്റിച്ച്. എന്നിട്ടേ നമ്മുടെ കുട്ടി അമ്മ കുണുവാവ ഇതൊന്ന് കഴുകിട്ട് വന്നേ. എന്നെ കൊണ്ട് ഇങ്ങനെ ജോലിക്ക് ചൂട് എന്താണ് പുറത്തത് ചുട്ടുകൊണ്ട് വരാട്ടോ. നമ്മൾ കുറച്ച് പണിയൊക്കെ ചെയ്യണം കേട്ടോ. അതിൽ ഹെൽപ്പ് ചെയ്യണ്ടേ. കറണ്ട് പോയി. പാത്രം കഴുകാൻ തുടങ്ങിയപ്പോ തന്നെ കറണ്ട് പോയി. ഐശ്വര്യ ദേവത. അതാ വൈഫൈ പോയി. വൈഫൈ പൊക്കോട്ടെ, സാരമില്ല. ഇപ്പൊ നമ്മൾ ഈ ചായപാത്രം കഴുകണം. ഇത് രണ്ടും കഴുകി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വെക്കേഷൻ ഒന്നാണ്ട് കഴിഞ്ഞ് കിട്ടിയാൽ മതി വെച്ചിട്ടാട്ടോ ലച്ചിരിക്കുന്നത്. കുട്ടികൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെയൊക്കെ കാലത്തെ ആ ഒരു വെക്കേഷൻ്റെ രസമൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ലല്ലോ അല്ലേ. നമുക്ക് ഈ 2 മാസം തികയില്ല. സ്കൂളങ്ങ് പൂട്ടി 2 മാസം ഇതാ പറയുമ്പോഴത്തേനും പോകും. ലച്ചുവിനിപ്പോൾ 1 മാസം കഴിയാറായി എന്ന് പറഞ്ഞപ്പോഴേ സന്തോഷം. ഇനി 1 മാസം കൂടി അങ്ങ് കഴിഞ്ഞ് കിട്ടിയ സ്കൂൾ തുറക്കുമല്ലോ എന്ന്. നമുക്ക് 1 മാസം അങ്ങ് കഴിഞ്ഞാൽ സങ്കടം. അയ്യോ ഇനി 1 മാസമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലച്ചുവിൻ്റെ അടുത്തുനിന്ന് പോയിട്ട് വരാം കേട്ടോ. I was playing Roblox. I was making an avatar.
My bestie is gone. She leave the game. അപ്പോൾ അവളവിടെ ഇരുന്ന് ഗെയിം കളിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരി ഇതേ ആയിട്ടുണ്ട്. പിന്നെ ചാള വറുക്കാണ്ടായിരുന്നു, ചാള വറുത്തു. പിന്നെ സാമ്പാർ, അച്ചാർ ഇതായിട്ടുണ്ടായിരുന്നത്. സാമ്പാർ അവൾക്ക് തേങ്ങ അരച്ച സാമ്പാറാണ് ഇഷ്ടം. പക്ഷെ ഞാൻ തേങ്ങ അരയ്ക്കാതെ സാമ്പാർ പൊടി മാത്രമായിട്ടുള്ള സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ 2 ദിവസത്തെ നാളേക്കും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും സാമ്പാർ ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഗെയിം കളിച്ചിട്ട് എൻ്റെ അടുത്തേക്ക് ഒന്ന് വന്ന് നോക്കൂട്ടാ. അപ്പം ഞാൻ ചെറിയ ചെറിയ പണികളൊക്കെ കൊടുക്കും. അതായത് ചെറിയ പാത്രങ്ങൾ കഴുകാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി ഒതുക്കി വയ്ക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ കൊടുക്കും. കാരണം കുട്ടികൾ ചെറിയ ചെറിയ രീതിയിലൊക്കെ പണികൾ പഠിച്ചു വരണമല്ലോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ചെയ്യിക്കാൻ അങ്ങനെ വിളിക്കും. ഇല്ലെങ്കിൽ ഫുൾ ടൈം ഗെയിമായിട്ട് അങ്ങനെ ഇരിക്കും. ഏതൊരു ഗെയിമിൻ്റെ പേര് പറയും, റോബ്ലോക്സോ അങ്ങനെ എന്തോട്ടം. നമുക്ക് പിന്നെ അതൊന്നല്ല. എനിക്ക് ഒരു ഗെയിം ഉണ്ടായിരുന്നില്ലേ പണ്ടൊക്കെ, പാമ്പിന് ആപ്പിൾ തിരിയുന്നൊരു ഗെയിം. അതൊക്കെ എനിക്കറിയുള്ളൂ. ഇപ്പോഴത്തെ കുട്ടികൾ ഒരു ഗെയിം. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ പണിയൊക്കെ ലച്ചുവിനുള്ളതാണ്. നമ്മൾ കുക്ക് ചെയ്തതൊക്കെ ടേബിളിൽ കൊണ്ടുവയ്ക്കലും ഇതെല്ലാം ലച്ചുവാണ്. പിന്നെ അതുപോലെ കുടിക്കാനുള്ള വെള്ളം, കഴിക്കാനുള്ള പ്ലേറ്റ്സ്, ഇതൊക്കെ ലച്ചുവാണ് കേട്ടോ ടേബിളിൽ കൊണ്ടുവയ്ക്കുക. അതുപോലെ തന്നെയാണ് ഇത് കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കഴുകുന്നിടത്ത് അവൾ തന്നെയാണ് കൊണ്ടുവന്ന് വയ്ക്കാറും ടേബിൾ ക്ലീൻ ചെയ്യാറൊക്കെ. അപ്പോൾ കൊച്ചു കൊച്ചു പണികളൊക്കെ ഞാൻ ചെയ്യിച്ച് പഠിപ്പിക്കാറുണ്ട്. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നമ്മൾ പഠിപ്പിക്കാം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.